ഇതൊക്കെ മാപ്പ് പറയേണ്ട സംഭവങ്ങളാണ്. മാപ്പ് കൊടുക്കാമായിരുന്നു. ജസ്റ്റ് സോറി പറഞ്ഞല്ലോ. അതെ അതെ. ഇതിനേക്കാളും വലിയ ഒരുപാട് ആറാട്ടിൻ്റെ ഒരു ഇതുണ്ടല്ലോ അല്ലേ? നിത്യാമേന വിഷയത്തിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. മഞ്ജു വാര്യറെ കിട്ടണമെന്ന് പറയുന്നുണ്ട്. ഇല്ലേ? അല്ല, മോശമായ കാര്യം പ്രശ്നമാണെന്ന് പറയും. പക്ഷേ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടും. ആരും ഇഷ്ടപ്പെടാൻ പറ്റും. പെരേറിന്റെ വിഷയം എന്താണ് സംഭവം? തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഈ ഉടായ്പിലൂടെ ഉള്ളിലൂടെ വേറെന്തെങ്കിലും അണിറോസിനെ പറഞ്ഞിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല മനുഷ്യൻ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല മനുഷ്യൻ. ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഈ ലേഡീസിനെ കമന്റ് ഇടുന്നവർക്ക് ഇതൊരു പാടായിരിക്കും. ഒരു ചിരിച്ച് കളിച്ച് ചെയ്യുന്ന സംഭവമാണ്. വലിയ സംഭവമാക്കി മാറ്റിയതാണ് സംഭവം. അതാണ്. അതെ. ഒരുപാട് പക്ഷെ അതൊന്നും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണില്ലല്ലോ. പെട്ടെന്ന് ജാമ്യം കിട്ടുന്നുണ്ട്, ഒളിവിൽ പോകുന്നുണ്ട്. ഒളിവിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഒളിവിൽ പോയിട്ടാണ് ഒളിവിൽ പോകാൻ ജാമ്യം എടുക്കല്ലോ. കോച്ച് നെവറായിട്ട് അവിടെ നിന്ന് കൊടുക്കാം. ഇതിനേക്കാളും എത്രയോ കമന്റുകൾ വന്നിട്ടുണ്ട്. തെറി കമന്റുകൾ ഉണ്ടെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർ പശ്ചാത്തലത്തിലുണ്ട്. അതെ, കാക്കനാട് പിന്നെ തീർച്ചയായിട്ടും കണ്ടു. പറ്റുമോ എന്നൊന്നും അറിയില്ല. അണ്ണനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ അല്ലേ? എന്താ പറയാനുള്ള? അല്ല, പുള്ളിയുടെ പറയാനുള്ള കോച്ചയെ കുറിച്ച് എന്താ ഇന്നലെ എന്തോ പറഞ്ഞല്ലോ? ഇന്നലെ എന്തോ ഒരു നേരത്തെ അകത്തുകൊള്ളതാണ്. അതെ അതാ ഞാൻ പറയുന്നത്. എന്തോ ഒരു വാക്ക് പറഞ്ഞത് ബോച്ചയുടെ ചോദ്യങ്ങൾ എഴുതി ചോദിച്ച ആങ്കർ ബോച്ച തെറ്റുകാരനല്ല, ചോദിച്ചപ്പോൾ സ്പോട്ടിൽ പറഞ്ഞു. നെഗറ്റീവ് ധ്വനി നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? ഒരുപാട് വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. കരിപ്പൂർ എന്ന് പറയുന്ന വാക്ക് മലപ്പുറം ജില്ലയിൽ നല്ലൊരു സ്ഥലമല്ല. അത് നിങ്ങൾ ആ ഒരു അർത്ഥത്തിൽ ഉണ്ടോന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാൻ. മോശമല്ല. തെറ്റിദ്ധാരണ ആദ്യം തെറ്റിദ്ധാരണകൾ ആദ്യം മാറ്റണം. പല വേർഡും പല രീതിയിലുണ്ടാവും. അത് ആ അർത്ഥത്തിൽ നമ്മൾ കാണണം. ഓ മൈ ഗോഡ്, യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തു. പടങ്ങനുണ്ട് കയറാൻ പറ്റില്ല, ലേറ്റ് ആയി. ജയിലിലോ